1 കൊരിന്ത്യർ 6 2ഉം 3ഉം വാക്യങ്ങളിൽ പൗലോസ് വിശ്വാസികളെ ശക്തമായൊരു സത്യവുമായി അഭിമുഖീകരിക്കുന്നു. അവർ ലോകത്തെയും ദൂതന്മാരെയും പോലും വിധിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. ഇത് അഹങ്കാരമുയർത്താനല്ല, മറിച്ച് ക്രിസ്തുവിലുള്ള നമ്മുടെ വ്യക്തിത്വം ഓർമ്മിപ്പിക്കാനാണ്. കൃപയാൽ രക്ഷിക്കപ്പെട്ടവർ എന്ന നിലയിൽ നാം ക്ഷമിക്കപ്പെട്ട പാപികൾ മാത്രമല്ല, മറിച്ച് നിത്യ ഉത്തരവാദിത്തത്തിനായി ഒരുങ്ങുന്ന വിശുദ്ധന്മാരാണ് നാം. എന്നിരുന്നാലും കൊരിന്ത്യർ ഈ വിളിക്ക് വളരെ താഴെയാണ് ജീവിച്ചിരുന്നത്. അവർ തങ്ങളുടെ തർക്കങ്ങൾ അവിശ്വാസികളുടെ മുമ്പാകെ കൊണ്ടുപോയി. ദൈവീക ജ്ഞാനത്തിനു പകരം ലൗകിക വ്യവസ്ഥകളെ ആശ്രയിച്ചു. ഇത് ആത്മീയ പക്വതയില്ലായ്മയുടെ ആഴമേറിയൊരു പ്രശ്നം വെളിപ്പെടുത്തി. പൗലോസിന്റെ കാര്യം വ്യക്തമാണ്. ദൈവം വിശ്വാസികളെ നിത്യന്യായവിധിയുടെ കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർക്ക് ജീവിതത്തിലെ ദൈനംദിന പ്രശ്നങ്ങൾ ജ്ഞാനം, വിനയം, വിവേചനം എന്നിവയോടെ കൈകാര്യം ചെയ്യാൻ കഴിയണം. പ്രശ്നം അവരുടെ സംഘർഷങ്ങൾ മാത്രമല്ല, ദൈവത്തിന്റെ സത്യത്തിന്റെ കണ്ണിലൂടെ സ്വയം കാണുന്നതിൽ അവർ പരാജയപ്പെട്ടു. ഈ ഭാഗം ക്രിസ്തുവിൽ നാം ആരാണെന്ന വെളിച്ചത്തിൽ ജീവിക്കാൻ നമ്മെ വെല്ലുവിളിക്കുന്നു. പഠിപ്പിക്കലിനും തിരുത്തലിനുമുള്ള ദൈവത്തിന്റെ ആധികാരിക വചനമായ ബൈബിൾ ദൈനംദിന ജീവിതത്തിൽ നാം എങ്ങനെ ചിന്തിക്കുന്നു, തീരുമാനിക്കുന്നു, പ്രതികരിക്കുന്നു എന്നതിനെ നയിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ്. ലോകത്തെപ്പോലെ പ്രതികരിക്കുന്നതിനു പകരം ആത്മീയ ധാരണയോടെ പ്രതികരിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ഓരോ അഭിപ്രായ വ്യത്യാസവും, തീരുമാനവും, ബന്ധവും നമ്മുടെ ഭാവി വിളിയെ പ്രതിഫലിപ്പിക്കാനുള്ള അവസരമായി മാറുന്നു. ക്രിസ്തുവിനൊപ്പം വാഴുമെന്ന് നാം ശരിക്കും വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ പെരുമാറ്റം ആ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടണം. ജീവിത സാഹചര്യങ്ങളെ ലൗകിക ചിന്തയിലൂടെയാണോ അതോ ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനത്തിലൂടെയാണോ കൈകാര്യം ചെയ്യുന്നത് എന്ന് നാം സ്വയം ചോദിക്കണം. ആത്യന്തികമായി പൗലോസിന്റെ സന്ദേശം ലളിതമാണ്, പക്ഷേ ആഴമേറിയതാണ്. ക്രിസ്തുവിലുള്ള നിങ്ങളുടെ വിധി നിങ്ങളുടെ ദൈനംദിന പെരുമാറ്റത്തെ രൂപപ്പെടുത്തണം. ഈ ലോകത്തിൻ്റെതായവരായിട്ടല്ല, മറിച്ച് അവനോടൊപ്പം വാഴാൻ ഒരുങ്ങുന്നവരായിട്ടായിരിക്കണം ജീവിക്കുക.